നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് ഏഷ്യൻ മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. വ്രതശുദ്ധിയുടെ പുണ്യവുമായി വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം. സ്നേഹത്തിന്റെയും കൂടിച്ചേരലുകളുടെയും ആഘോഷമായി ചെറിയ പെരുന്നാൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസ് പട്ടിക കൂടി വന്നതോടെ മത്സര ചിത്രം തെളിഞ്ഞു. മുന്നണികൾ പൂർണ്ണമായും വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലേക്ക്. പത്രികാ സമർപ്പണം തിങ്കളാഴ്ച സമാപിക്കും. വേനൽക്കാലത്ത് കുടിവെള്ളം പാഴാക്കി വാട്ടർ അതോറിറ്റി. പൈപ്പ് പൊട്ടിയിട്ട് ഒരാഴ്ചയായിട്ടും നടപടിയില്ല. കരുനാഗപ്പള്ളി മാലിമേൽ അരമത്തുമഠം റോഡിലാണ് പൈപ്പ് പൊട്ടിയത്. വിശദമായ വാർത്തകളിലേക്ക്. വ്രതശുദ്ധിയുടെ പുണ്യവുമായി വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം നടന്നു. ശാസ്താംകോട്ട, പള്ളിശ്ശേരിക്കൽ മുസ്ലിം ജമാഅത്തിൽ ഉൾപ്പെടെ ദേവാലയങ്ങളിൽ ഈദ് നമസ്കാരം നടന്നു. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ ആയിരങ്ങൾ പങ്കുചേർന്നു. സ്നേഹത്തിന്റെ കൂടിച്ചേരലുകളുടെയും ആഘോഷം കൂടിയാണ് ചെറിയ പെരുന്നാൾ. നന്മകളാൽ സ്ഫുടം ചെയ്ത ആത്മീയ ഊർജവുമായാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചത്. ക്ഷമ, സഹനം, കാരുണ്യം തുടങ്ങിയ മൂല്യങ്ങളുടെ കൂടിച്ചേരൽ കൂടിയായ വ്രതാനുഷ്ഠാന ദിനങ്ങൾ പിന്നിട്ടാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാളിന്റെ ആഘോഷങ്ങളിലേക്ക് കടന്നത്. ഇല്ലാത്തവന്റെ വിശപ്പറിയുന്നത് മാത്രമല്ല, വാക്കിലും പ്രവൃത്തിയിലും തെറ്റുകൾ വരാതിരിക്കാനുള്ള ജാഗ്രത കൂടിയായിരുന്നു കഴിഞ്ഞുപോയ 29 ദിനരാത്രങ്ങൾ. സക്കാത്ത് നൽകി സമ്പത്ത് വിപുലീകരിച്ചു. ഇഫ്താർ സംഗമത്തിലൂടെ സൗഹൃദം ഊട്ടിയുറപ്പിച്ചു. കൈകളിൽ മൈലാഞ്ചി ചോപ്പണിഞ്ഞും പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും സന്ദർശിച്ചും വിശ്വാസികൾ പെരുന്നാൾ ദിനം സമ്പന്നമാക്കി. കഴിഞ്ഞ ദിവസം വൈകിട്ട് ശവ്വാൽ അമ്പിളി മാനത്ത് തെളിഞ്ഞതോടെ വിശ്വാസികൾ ചെറിയ പെരുന്നാളിന് ഒരുക്കം ആരംഭിച്ചിരുന്നു. ശാസ്താംകോട്ട പള്ളിശ്ശേരിക്കൽ മുസ്ലിം ജമാഅത്തിൽ ചീഫ് ഇമാം സയ്യിദ് ഫളിൽ ജിഫ്രി തങ്ങൾ നിസ്കാരത്തിന് നേതൃത്വം നൽകി. പുണ്യമാസത്തിൽ നേടിയെടുത്ത നന്മകളൊന്നും നിലച്ചു പോകരുതെന്നും നമ്മൾ ആർജിച്ച ആത്മീയ ഊർജം കരുത്താകണമെന്നും സമഭാവനയോടെ രാജ്യത്തിന്റെ മതേതര മൂല്യം ഊട്ടിയുറപ്പിച്ചും ഐക്യപ്പെടലിന്റെ സന്ദേശം ഉൾക്കൊണ്ടും പുണ്യനാളുകളെ യാത്രയാക്കാമെന്ന ചീഫ് ഇമാം സന്ദേശത്തിൽ പറഞ്ഞു. സംഘം എന്ന അർത്ഥമുള്ള ആഫില എന്ന അറബിയിൽ പ്രയോഗിക്കുന്നു. എന്നതുപോലെ ഔദ് എന്നതിൽ നിന്ന് ഈദ് ഈദ് എന്ന് ആശംസിക്കുമ്പോൾ ഇനിയും നമ്മിലേക്ക് ഈ സുന്ദര സുദിനം മടങ്ങി വരികയും അതിൽ പങ്കെടുക്കാനും ഇതുപോലെ സന്തോഷം നമുക്ക് വീണ്ടും വീണ്ടും പങ്കുകൊള്ളാനും അല്ലാഹു അവസരം തരട്ടെ എന്ന ഒരു ആശംസാ പ്രാർത്ഥനാവചനം കൂടിയാണ്. എല്ലാവർക്കും ഈദ് മുബാറക് ആശംസിക്കുകയാണ്. പെരുന്നാൾ എന്നത് നമുക്ക് അല്ലാഹു തആല ആഘോഷിക്കാൻ തന്നതാണെങ്കിലും യഥാർത്ഥത്തിൽ ഈ ചെറിയ പെരുന്നാൾ ആഘോഷം, സന്തോഷം, അതിൻ്റെ ആഹ്ലാദമെല്ലാം ആർക്കുള്ളതാണ്? ഒരു മാസം അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയമായി ജീവിച്ച് അള്ളാഹു കൽപ്പിച്ചതനുസരിച്ച് വ്രതാനുഷ്ഠാനം അടക്കമുള്ള ത്യാഗങ്ങൾ അനുഷ്ഠിച്ച് ഒരു മാസം അവൻ്റെ ശരീരത്തെ വളരെയധികം കണിശമായി പരിശീലിപ്പിച്ച് വിജയം കൈവരിച്ചവർക്ക് മാത്രമാണ് ഈ പെരുന്നാൾ ആഘോഷിക്കാൻ അവസരം ഉള്ളൂ. പള്ളിശ്ശേരിക്കൽ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കുറ്റിയിൽ ഷാനവാസ് ഈദ് സന്ദേശം നൽകി. എം ഷാജഹാൻ, KE ഷാജഹാൻ, സലീം വെള്ളാവിൽ, അബ്ദുൽ സത്താർ, ഷാജഹാൻ പുലയന്റെ, റഹീം മുനീർ മൻസിൽ എന്നിവർ പങ്കെടുത്തു. ഇപ്പോൾ നിൽക്കുന്ന നമ്മുടെ ചീഫ് ഇമാം തങ്ങൾ അവർ ഇന്ന് പെരുന്നാൾ നിസ്കാരവും അതിനുശേഷമുള്ള ജുമാ നിസ്കാരത്തോടുകൂടി ഇവിടെ നിന്ന് പോകുകയാണ് എന്നുള്ള വിവരം എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. ഒന്നുകൂടി ഔദ്യോഗികമായി അറിയിക്കുകയാണ്. തങ്ങളെ സംബന്ധിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കാലയളവ് കംപ്ലീറ്റ് വളരെ ആത്മാർത്ഥമായും മഹലിന്റെ നന്മയ്ക്ക് വേണ്ടിയും മഹലിൽ ഒരു ദീനീ ചൈതന്യം നിലനിർത്തുന്ന പ്രവർത്തനങ്ങളാണ് തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. വളരെ നല്ല ഉപദേശങ്ങൾ, ദീനീപരമായ ഉപദേശങ്ങൾ നമുക്ക് മഹലിനും കമ്മിറ്റിക്കും തന്ന തങ്ങൾക്ക് നമ്മുടെ ഈ പെരുന്നാൾ നമസ്കാരവും അതിനുശേഷമുള്ള കുത്തുബയും കഴിഞ്ഞ് തങ്ങളെ നമ്മുടെ മഹലിന് വേണ്ടി ഒരു ആദരവ് കൊടുക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.
ലോക ഉപഭോക്തൃ അവകാശ ദിനം ആചരിച്ചു. കേരള സ്റ്റേറ്റ് കൺസ്യൂമർ കൗൺസിൽ കരുനാഗപ്പള്ളി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ദിനാചരണം. ലോക ഉപഭോക്തൃ അവകാശ ദിനം ആചരിച്ചു. കേരള സ്റ്റേറ്റ് കൺസ്യൂമർ കൗൺസിൽ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ദിനാചരണം സംഘടിപ്പിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി അവതരിപ്പിച്ച ബില്ലിന്റെ സ്മരണാർത്ഥമാണ് മാർച്ച് 15 ലോക ഉപഭോക്തൃ അവകാശ ദിനമായി ആചരിക്കുന്നത്. കരുനാഗപ്പള്ളി നഗരസഭാ ചെയർമാൻ പി സോമരാജൻ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. അത് തന്നെ ഈ ചൂഷണ വിധേയമായിരിക്കുന്ന നമ്മുടെ ഉപഭോക്താക്കൾ ഒട്ടേറെ ഒരു ആനുകൂല്യം നൽകുന്നു. അതായത് MRP എന്നടിച്ചു വരുന്ന ഒരു സാധനത്തിൽ ആ MRP തന്നെ വാങ്ങിക്കുന്ന കച്ചവടക്കാരാണ് നമുക്കുള്ളത്. എത്രയോ പേര് MRPയേക്കാൾ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റുകൾക്ക് അതിനേക്കാൾ കുറച്ച് നമുക്ക് സാധനം തരാൻ കഴിയുന്നു. ചില്ലറ കച്ചവടത്തിൽ മാക്സിമം റീറ്റെയിൽ പ്രൈസിൽ തന്നെയാണ് സാധനം കൊടുക്കുന്നത്. എത്രയോ പേര് അത് കിട്ടാണ്. സംസ്ഥാന പ്രസിഡന്റ് റിട്ടയർഡ് SP M മൈദീൻ കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷാജഹാൻ പണിക്കത്ത് ഉപഭോക്തൃ സന്ദേശം നൽകി. താലൂക്ക് പ്രസിഡന്റ് മുനമ്പത്ത് ശിഹാബ്, ഭാരവാഹികളായ VK രാജേന്ദ്രൻ, ഹരികുമാർ, മുഹമ്മദ് പൈലി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയിട്ട് ഒരാഴ്ച. പരാതി നൽകിയിട്ടും നടപടിയെടുക്കാതെ അധികൃതർ. കരുനാഗപ്പള്ളി മാലുമേൽ അരമത്തുമഠം റോഡിലാണ് പൈപ്പ് പൊട്ടിയത്. കരുനാഗപ്പള്ളി മാലുമേൽ അരമത്തുമഠം റോഡിൽ ഖാദി കൈത്തറി സ്ഥാപനത്തിന് സമീപമാണ് ഒരാഴ്ചയായി പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ നൽകിയിട്ടും വാട്ടർ അതോറിറ്റി അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. റോഡ് പണി നടന്ന സമയത്ത് പൊട്ടിയതായിരിക്കും, അതല്ലാതെ വേറെ അതിന് മുമ്പൊരു കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നു. അന്നേരം ഇത് പിറ്റേ ദിവസം അന്ന് പറഞ്ഞില്ല, പിറ്റേ ദിവസം രണ്ടിടത്ത് പൊട്ടിയിട്ടുണ്ട്. പിറ്റേ ദിവസം ഞാൻ വിളിച്ച് ഇതുപോലെ കംപ്ലയിൻറ്റ് ചെയ്ത് അടുത്ത വീട്ടിൽ നിന്ന്, അതിന് പരിഹാരം ഇല്ലാത്തതുകൊണ്ട് അടുത്ത വീട്ടിൽ നിന്ന് ഒരാൾ വിളിച്ച് പരാതി ചെയ്ത്, പിന്നെ വേറൊരാൾ വിളിച്ച്, ഞങ്ങൾ 3 പേര്, എനിക്ക് അറിയാവുന്ന 3 പേര് വിളിച്ച് ഇത് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെയ്ക്കും ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. കുടിവെള്ളക്ഷാമമുണ്ട്, കുടി ലൈനിലൊന്നും മേളിലോട്ട് കയറ്റമായതുകൊണ്ട് വെള്ളം കയറുന്നില്ല. ആ സമയത്താണ് ഈ പൈപ്പിലെ പൊട്ടി ഇങ്ങനെ ഒരാഴ്ചത്തിനോ 5 ദിവസം 6 ദിവസത്തോളമായി പൈപ്പ് പൊട്ടി ഇങ്ങനെ വെള്ളം ഒഴുകി പോയിക്കൊണ്ടിരിക്കുക. ഇതിനൊരു പരിഹാരം ഇതുവരെയ്ക്കും ഉണ്ടായിട്ടില്ല. ചവറയിലെ വാട്ടർ അതോറിറ്റി ഓഫീസിലും ഹെഡ് ഓഫീസിലെ ടോൾ ഫ്രീ നമ്പറിലും പ്രദേശവാസികൾ പരാതി അറിയിച്ചു. കുടിവെള്ളക്ഷാമം രൂക്ഷമായ ഇക്കാലത്ത് ആയിരക്കണക്കിന് ലിറ്റർ ജലമാണ് പാഴാകുന്നത്. റോഡ് വീതി കൂട്ടി ടാർ ചെയ്യുന്നതിനിടയിലാണ് പൈപ്പ് പൊട്ടിയതെന്നാണ് സൂചന. എന്നാൽ പൈപ്പിന്റെ തകരാർ പരിഹരിക്കാൻ യാതൊരുവിധ നടപടികളും ബന്ധപ്പെട്ടവർ സ്വീകരിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസ് പട്ടിക കൂടി വന്നതോടെ മത്സര ചിത്രം തെളിഞ്ഞു. മുന്നണികൾ പൂർണ്ണമായും വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ആവേശത്തിലേക്ക് കടക്കും. 37 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കൂടി കോൺഗ്രസ് പ്രഖ്യാപിച്ചതോടെ UDF ക്യാമ്പിൽ വ്യക്തതയുണ്ടായി. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിന്റെ പട്ടിക കൂടി വന്നതോടെയാണ് സംസ്ഥാനത്ത് മത്സര ചിത്രം വ്യക്തമായത്. മുന്നണികൾ വരും ദിവസങ്ങളിൽ പൂർണ്ണമായും തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ആവേശത്തിലേക്ക് എത്തും. കോൺഗ്രസ് 37 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചതോടെയാണ് UDF ക്യാമ്പിൽ വ്യക്തതയുണ്ടായത്. 3 മുന്നണികളും സംസ്ഥാനത്തുടനീളം പ്രചാരണം ശക്തമാക്കിയിട്ടുണ്ട്. MPമാർ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടതില്ലെന്ന ഹൈക്കമാൻഡ് നിലപാടിൽ മാറ്റമില്ലാത്തതോടെ K സുധാകരനും അടൂർ പ്രകാശും പട്ടികയിൽ നിന്ന് പുറത്തായി. ലൈംഗിക പീഡന കേസിൽ പ്രതിയായ സിറ്റിംഗ് MLA എൽദോസ് കുന്നപ്പള്ളിയെ പെരുമ്പാവൂരിൽ നിന്നും മാറ്റി. പകരം മനോജ് മുത്തേടൻ സ്ഥാനാർത്ഥിയാകും. ജോസഫ് വാദിക്കൻ, പാലോടി രവി, R ചന്ദ്രശേഖരൻ തുടങ്ങിയ പ്രമുഖ നേതാക്കളും ഇത്തവണ UDF പട്ടികയിൽ ഇടം പിടിച്ചില്ല. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറുടെ പേര് അവസാന നിമിഷം ഒഴിവാക്കി. കടുത്ത തർക്കങ്ങൾക്കൊടുവിൽ കൊച്ചി മണ്ഡലത്തിൽ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചു. ചെങ്ങന്നൂരിൽ എബിയ കുര്യാക്കോസ്, പൂഞ്ഞാറിൽ സജി ജോസഫ്, കാഞ്ഞിരപ്പള്ളിയിൽ അഡ്വക്കേറ്റ് റോണി K ബേബി എന്നിവർ അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളായി വന്നതോടെ മത്സരം കടുത്തതായി. നേരത്തെ പ്രഖ്യാപിച്ച 55 പേർക്ക് പുറമെയാണ് കോൺഗ്രസ് 37 പേരുടെ പട്ടിക കഴിഞ്ഞ ദിവസം വൈകി പ്രസിദ്ധീകരിച്ചത്. BJPയും രണ്ടാം പട്ടിക കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചു. പ്രമുഖരുടെ കൂട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. LDFന്റെയും UDFന്റെയും മിക്ക സ്ഥാനാർത്ഥികളും കഴിഞ്ഞ ദിവസം പത്രിക സമർപ്പിച്ചു. പത്രികാ സമർപ്പണത്തിന് ഇനി 2 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. ശനി, തിങ്കൾ ദിവസങ്ങളിൽ മാത്രമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കഴിയുക. തിങ്കളാഴ്ചയാണ് പത്രികാ സമർപ്പണത്തിന്റെ അവസാന തീയതി. ബുധനാഴ്ചയാണ് പത്രികകൾ പിൻവലിക്കാനുള്ള അവസാന തീയതി. ഇതിനുശേഷമായിരിക്കും പ്രചാരണം കൂടുതൽ
കൊഴുപ്പാവുക. ന്യൂസ് ഡെസ്ക്. ഭാര്യയുടെ ദുരൂഹ മരണത്തിൽ ഭർത്താവ് പോലീസ് കസ്റ്റഡിയിൽ. കൊല്ലം പൂയപ്പള്ളി സ്വദേശിനി രാധാമണിയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഭർത്താവ് ബിനുവിനെ കസ്റ്റഡിയിലെടുത്തത്. മാർച്ച് 12-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. ദമ്പതികൾ തമ്മിലുള്ള വാക്ക് തർക്കത്തെ തുടർന്ന് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ട് ചികിത്സയിലിരിക്കെയാണ് രാധാമണി മരിച്ചത്. പൂയപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തച്ചോണം തോട്ടിൻകര വീട്ടിൽ രാധാമണിയാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. സംഭവത്തിൽ ഭർത്താവ് ബിനുവിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മാർച്ച് 12-നാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. രാധാമണിയും ബിനുവും തമ്മിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു. തുടർന്ന് രാധാമണിക്ക് ഗുരുതരമായ ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെടുകയും പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. ചികിത്സയിൽ കഴിയവേ മാർച്ച് 13 രാവിലെ 11:40ഓടെയാണ് രാധാമണി മരിച്ചത്. കോഴിക്കോട് വാർഡംഗം രശ്മിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പൂയപ്പള്ളി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നെഞ്ചിനേറ്റ ഗുരുതര പരിക്കിനെ തുടർന്നുണ്ടായ ഹൃദയക്ഷതവും അതിലൂടെയുണ്ടായ ആന്തരിക രക്തസ്രാവവുമാണ് മരണകാരണമെന്ന് ഡോക്ടർ വ്യക്തമാക്കിയതായി പോലീസ് പറഞ്ഞു. കൈമുഷ്ടിയോ കാലുകൊണ്ടോ അല്ലെങ്കിൽ മൂർച്ചയില്ലാത്ത ഏതെങ്കിലും ആയുധം കൊണ്ടോ ഉണ്ടായ ക്ഷതമായിരിക്കാമെന്നാണ് പ്രാഥമിക നിഗമനം. തുടർന്നാണ് ബിനുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇയാൾ സ്ഥിരം മദ്യപാനിയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഡോക്ടർ വന്ദനാദാസ് വധക്കേസിൽ വിധി ശനിയാഴ്ച. കുറ്റം ചെയ്തത് മനഃപൂർവ്വം അല്ലെന്നും പ്രായശ്ചിത്തത്തിന് തയ്യാറാണെന്നും പ്രതി സന്ദീപ്. പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. ഇരുഭാഗത്തിന്റെയും വാദം കേട്ട കോടതി വിധി പറയാൻ കേസ് 21-ലേക്ക് മാറ്റുകയായിരുന്നു. ഡോക്ടർ വന്ദനാദാസ് വധക്കേസിൽ വിധി ശനിയാഴ്ച. കുറ്റം ചെയ്തത് മനഃപൂർവ്വമായിരുന്നില്ലെന്നും പ്രായശ്ചിത്തം ചെയ്യാൻ തയ്യാറാണെന്നും പ്രതി സന്ദീപ് പറഞ്ഞു. പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷനും വാദിച്ചു. എന്നാൽ പ്രതിയുടെ ആക്രമണം കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ ആയിരുന്നില്ലെന്നും സമനില തെറ്റിയുള്ള ആക്രമണമായിരുന്നു എന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. ശിക്ഷ സംബന്ധിച്ച് ഇരുഭാഗത്തിന്റെയും വാദം കേട്ട കോടതി വിധി പറയാൻ കേസ് 21-ലേക്ക് മാറ്റുകയായിരുന്നു. താൻ ചെയ്ത കുറ്റങ്ങൾ മനഃപൂർവ്വമല്ലെന്നും എന്ത് പ്രായശ്ചിത്തം ചെയ്യാനും താൻ തയ്യാറാണെന്നും പ്രതി സന്ദീപ് കോടതിയിൽ പറഞ്ഞു. പ്രതിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിലായിരുന്നു സന്ദീപിന്റെ ഈ മറുപടി. എന്താണ് ചെയ്തതെന്ന് തനിക്ക് അറിയില്ലെന്നും ശിക്ഷാവിധിയിൽ ഇളവ് നൽകണമെന്നും പ്രായമായ അമ്മയെ കാണാൻ അവസരം നൽകണമെന്നും സന്ദീപ് കോടതിയോട് അപേക്ഷിച്ചു. എന്നാൽ നടന്നത് ക്രൂര കൊലപാതകമെന്നും ഡോക്ടർ വന്ദന പ്രതിയെ സുഖപ്പെടുത്താനുള്ള ചികിത്സ നൽകുമ്പോഴായിരുന്നു 20-ലധികം തവണ കുത്തി കൊലപ്പെടുത്തിയത്. പ്രതി ചെയ്തത് അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യമായി കണക്കാക്കി പരമാവധി ശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. ശിക്ഷയെക്കുറിച്ച് പ്രതിക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ് കോടതി ആരാഞ്ഞത്. പ്രതി തനിക്ക് പ്രായമായ അമ്മയുണ്ടെന്നും അമ്മയ്ക്ക് പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടെന്നും താൻ മനഃപൂർവ്വമായി ചെയ്ത കൊലപാതകമല്ല ഇതെന്നും മറ്റുള്ള അവകാശവാദങ്ങളാണ് കോടതിയിൽ നേരിട്ട് ഉന്നയിച്ചിട്ടുള്ളത്. തുടർന്ന് പ്രോസിക്യൂഷന്റെയും ഡിഫൻസിന്റെയും വാദങ്ങൾ കോടതി ശിക്ഷയെ സംബന്ധിച്ചുള്ളത് കേട്ടു. പ്രോസിക്യൂഷൻ പ്രധാനമായും ഈ കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത് പ്രതിയെ തന്നെ സഹായിക്കാനായി എത്തിയ ആളുകളെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയും അതിലൊരാളെ കൊലപ്പെടുത്തുകയും ചെയ്ത ഒരു സംഭവമാണ് ഈ കേസിൽ ഉണ്ടായിട്ടുള്ളതെന്ന്. ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ തന്നെ തന്നെ ചികിത്സിച്ചുകൊണ്ടിരുന്ന ഡോക്ടറെ ഹോസ്പിറ്റലിൽ വെച്ച് ക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു സംഗതി അപൂർവമായ കേസുകളുടെ പരിധിയിൽ പെടുന്നതാണ്. ഈ കേസിൽ മുറിവേൽപ്പിക്കുകയോ അല്ലെങ്കിൽ പരിക്കേൽപ്പിക്കുകയോ ചെയ്തിട്ടുള്ള എല്ലാ ആളുകളും പ്രതിയെ സഹായിക്കുവാനായി ആ സ്ഥലത്ത് എത്തിയവരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് അപൂർവമായ കേസുകളെ പരിധിയിൽ ആണെന്നുള്ളത് കൊണ്ട് തന്നെ പരമാവധി ശിക്ഷ പ്രതിക്ക് നൽകണം എന്നുള്ള വാദമാണ് പ്രോസിക്യൂഷൻ ഉയർത്തിയത്. കുറ്റകരമായ നരഹത്യക്ക് സ്വാഭാവികമായും പരമാവധി ശിക്ഷ കുറ്റകരമായ നരഹത്യക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ 2 ശിക്ഷകൾ മാത്രമേ കുറ്റകരമായ നരഹത്യ എന്നുള്ള കുറ്റകൃത്യത്തിന് 2 ശിക്ഷകൾ മാത്രമേ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലുള്ളൂ. അതൊന്ന് ജീവപര്യന്തവും മറ്റൊന്ന് വധശിക്ഷയുമാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ എന്നുള്ള വാദമാണ് പ്രോസിക്യൂഷൻ ഈ കേസ് ഉയർത്തിയത്. പ്രതിഭാഗം പ്രധാനമായും ഉയർത്തിയ ഒരു ആരോപണം ഡോക്ടർ വന്ദനയുമായി പ്രതിക്ക് മുൻ വിരോധം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ എന്നുള്ളതിലേക്ക് പോകാതെ പരമാവധി ഇളവ് പ്രതിക്ക് നൽകണമെന്നുള്ള ഒരു വാദമാണ് ഈ കേസിൽ പ്രതിഭാഗം ഉയർത്തിയത്. ഈ 2 ഭാഗവും കേട്ടതിന് ശേഷമാണ് 27 ശനിയാഴ്ച ഈ കേസിന്റെ വിധി പറയാനായി കോടതി ഇപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഡോക്ടർ വന്ദന നേരിട്ട ആക്രമണങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയിൽ വിവരിച്ചപ്പോൾ വന്ദനയുടെ അച്ഛനും അമ്മയും കോടതി മുറിയിൽ പൊട്ടിക്കരഞ്ഞു. സന്ദീപ് ആശുപത്രിയിലെത്തിയത് ഡോക്ടറെ കൊലപ്പെടുത്താനായിരുന്നില്ല, സമനില തെറ്റി സംഭവിച്ചു പോയതാണെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. അയാളുടെ മാനസികാവസ്ഥയാണ് കൊലപാതകത്തിന് ഇടയാക്കിയത്.
താൻ ചെയ്ത കുറ്റത്തെക്കുറിച്ച് അറിയാനാണ് പ്രതി മനോരോഗത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിച്ചതെന്നും മാനസിക നില തെറ്റിയ ഒരാളുടെ പെരുമാറ്റമായി കണ്ട് വധശിക്ഷ നൽകരുതെന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. ഇരുവാദങ്ങളും കേട്ട കൊല്ലം അഡീഷണൽ ജില്ലാ ജഡ്ജി PN വിനോദ് ശിക്ഷാവിധിക്കായി കേസ് 21ലേക്ക് മാറ്റുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. JSS രാജൻ ബാബു വിഭാഗത്തിൽ നിന്നും നേതാക്കൾ രാജിവെച്ചു. UDF-ലെ ഘടകകക്ഷിയായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും നേടിയെടുക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് രാജൻ ബാബു വിഭാഗവുമായുള്ള ബന്ധം ഉപേക്ഷിക്കുന്നതെന്ന് രാജിവെച്ചവർ പറഞ്ഞു. 1994 മുതൽ UDF-ന്റെ അവിഭാജ്യ ഘടകമായി 5 സീറ്റിൽ മത്സരിക്കുകയും 4 സീറ്റിൽ വിജയിക്കുകയും ചെയ്ത JSS-നാണ് നിലവിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും ഇല്ലാതായത്. കേരളത്തിൽ JSS രാജൻ ബാബു വിഭാഗത്തിന്റെ ഏറ്റവും ശക്തമായ കമ്മിറ്റിയാണ് കൊല്ലം ജില്ലാ കമ്മിറ്റി. എന്നാൽ നേതൃത്വത്തിന് ഒരു സീറ്റ് പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ JSS രാജൻ ബാബു വിഭാഗവുമായുള്ള ബന്ധങ്ങൾ ഉപേക്ഷിക്കുകയാണെന്ന് ജില്ലാ സെക്രട്ടറി സുധാകരൻ പള്ളത്ത, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കുളക്കട രാജേന്ദ്രൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ രജീഷ്, ജേക്കബ് ജോർജ, ചാത്തന്നൂർ സെക്രട്ടറി സീമ, കൊട്ടാരക്കര സെക്രട്ടറി തുളസീധരൻ എന്നിവർ അറിയിച്ചു. 1994 മുതൽ UDF-ന്റെ അവിഭാജ്യ ഘടകമായി 5 സീറ്റിൽ മത്സരിക്കുകയും 4 സീറ്റിൽ ജയിച്ച് KR ഗൗരിയമ്മ മന്ത്രിയായി നിന്ന ഈ പ്രസ്ഥാനം ഇത്രയും നാളെ UDF-നോടൊപ്പം സഹകരിച്ചിട്ട് ഈ സന്ദിഗ്ധ ഘട്ടത്തിൽ കഴിഞ്ഞ 15 വർഷമായിട്ട് JSS-ന് ഒരു ജനപ്രതിനിധി ഇല്ല നിയമസഭയിൽ. ഇനിയും ഒരു നിയമസഭയിൽ ഒരു ജനപ്രതിനിധി ഇല്ലാതെ ഈ പാർട്ടിയിലെ പാവപ്പെട്ട അണികൾ നിലനിന്നു പോകാനും അവർക്കുള്ള പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കാത്തൊരു സാഹചര്യം കൊണ്ട് ഈ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം UDF-ൽ നിന്നൊരു സീറ്റ് വാങ്ങിയെടുക്കാൻ അമ്പയെ പരാജയപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പൊതുപ്രവർത്തനം ജനസേവനത്തിന് വേണ്ടിയാണെന്നും അഴിമതിരഹിതമായി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് പൊതുസേവകരെന്നും പറയുമ്പോഴും ഒരു MLA ഇല്ലാത്ത രാഷ്ട്രീയ കക്ഷികൾക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ഒരു വിലയുമില്ല. കാരണം ഒരു കാർഷിക സമിതിയിൽ പോലും ഒരു പാർട്ടിയുടെ സെക്രട്ടറിക്ക് പോലും അംഗമായിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു അവസ്ഥ കഴിഞ്ഞ 15 വർഷമായി നിലനിന്നിട്ടും ഈ പാർട്ടിയിൽ ധാരാളം ജനാധിപത്യ സോഷ്യലിസ്റ്റ് വിശ്വാസികൾ നിലനിന്നു പോയി. ഈ ഭരണത്തിന്റെ യാതൊരുവിധമായ ഇടപെടലുകൾക്കോ അല്ലെങ്കിൽ ഒരാളെ ഭരണപരമായി സഹായിക്കാൻ പോലും കഴിയാത്തിട്ടും ഈ കൊല്ലം ജില്ലയിലെ 11 അസംബ്ലി മണ്ഡലങ്ങളിൽ 9 അസംബ്ലി മണ്ഡലങ്ങളിലും വ്യവസ്ഥാപിതമായി തെരഞ്ഞെടുക്കപ്പെട്ട മണ്ഡല കമ്മിറ്റികളുണ്ട്. രാജൻ ബാബു വിഭാഗവുമായുള്ള ബന്ധങ്ങൾ ഉപേക്ഷിക്കുമ്പോഴും UDF-ന് എതിരാണെന്നോ LDF-നോ BJP-ക്കോ അനുകൂലമാണെന്നോ അല്ലെന്നും ഇവർ പറയുന്നു. സമാന ചിന്താഗതിയുള്ള ഏതൊരു പ്രസ്ഥാനവുമായി സഹകരിക്കുന്നതിന് യാതൊരു മടിയുമില്ലെന്നും ഇവർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കുണ്ടറ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി PC വിഷ്ണുനാഥ് റോഡ് ഷോ നടത്തി. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചാണ് റോഡ് ഷോ നടത്തിയത്. ഇരുചക്ര വാഹനങ്ങളും റാപ്പിൽ സംഗീതം ചെയ്ത തെരഞ്ഞെടുപ്പ് ഗാനവും റോഡ് ഷോയ്ക്ക് ആവേശം പകർന്നു. തുറന്ന ജീപ്പിൽ ജനങ്ങളെ അഭിവാദ്യം ചെയ്തായിരുന്നു വിഷ്ണുനാഥിന്റെ യാത്ര. ഇളമ്പള്ളൂർ വേലുത്തമ്പിതളവ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തി. അണിനിരക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. പ്ലീസ്, മുഴുവൻ വാഹനങ്ങളും. KPCC ജനറൽ സെക്രട്ടറി ഷാനവാസ് ഖാൻ, UDF നിയോജക മണ്ഡലം ചെയർമാൻ കുരിപ്പള്ളി സലീം, കൺവീനർ G വേണുഗോപാൽ, ഫൈസൽ കുളപ്പാടം, KRV സഹജൻ, രഘു പാണ്ഡവപുരം, K ബാബുരാജൻ, നാസിമുദ്ദീൻ ലബ, രാജു ഡി പണിക്കർ, AL നിസാമുദ്ദീൻ, ഷെരീഫ് ചന്ദനത്തോപ്പ്, സിന്ധു ഗോപൻ, വിനോദ് കുമാർ, ബീന നാസിമുദ്ദീൻ, അജിത് കുമാർ, പെരുമ്പുഴ ഗോപൻ, സാജൻ കുണ്ടറ, കുളത്തൂർ രവി, സാജു വർഗീസ്, TC അനിൽ, വിനോദ് ജി പിള്ള, വിനോദ് കോണിൽ, അരുൺ അലക്സ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇളമ്പള്ളൂർ ക്ഷേത്ര മൈതാനത്തു നിന്നും ആരംഭിച്ച റോഡ് ഷോ കരിക്കോട് വഴി പേരൂർ, ഡീസന്റ് മുക്ക്, കണ്ണനല്ലൂർ, ആശുപത്രി മുക്ക് വഴി മുക്കടയിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പത്തനാപുരത്ത് NDA സ്ഥാനാർത്ഥിയായി 2020-ലെ അനിൽകുമാർ S മത്സരിക്കും. ഇന്ത്യൻ എയർഫോഴ്സിലെ ഗ്രൗണ്ട് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ മുൻ സൈനികനാണ്. നാഷണൽ എക്സ് സർവീസ് മെൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ വൈസ് ചെയർമാനാണ്. ഇന്ത്യൻ എയർഫോഴ്സിലെ ഗ്രൗണ്ട് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ മുൻ സൈനികനും പിന്നീട് കോർപ്പറേറ്റ് രംഗത്ത് നേതൃപാഠവും തെളിയിക്കുകയും ചെയ്ത അനിൽകുമാർ S എന്ന അനിൽപിള്ളയാണ് പത്തനാപുരം നിയോജകമണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. 2020 പ്രതിനിധിയായാണ് ഇദ്ദേഹം മത്സരരംഗത്ത് ഇറങ്ങിയിട്ടുള്ളത്. ടെക്നോക്രാറ്റ്, മാനേജ്മെന്റ് വിദഗ്ധൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഗവേഷകൻ, കോളമിസ്റ്റ് എന്നീ നിലകളിലും ഇദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്.
നിലവിൽ നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നാഷണൽ വൈസ് ചെയർമാനാണ്. മോട്ടിവേഷൻ കോച്ച്, കരിയർ കൗൺസിലർ, RTI പ്രവർത്തകൻ, മനുഷ്യാവകാശ പ്രവർത്തകൻ, മാനേജ്മെന്റ് കൺസൾട്ടന്റ് എന്നീ നിലകളിലും സജീവമാണ്. കേന്ദ്ര സർക്കാരിന്റെ നിരവധി ക്ഷേമ വികസന പദ്ധതികൾ പത്തനാപുരത്ത് സാധാരണ ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ലെന്ന് അനിൽ പിള്ള ആരോപിച്ചു. പത്തനാപുരത്തിന്റെ സമഗ്ര വികസനമാണ് താൻ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CITU കൊല്ലം ജില്ലാ സമ്മേളനം നടത്തി. കൊല്ലം പബ്ലിക് ലൈബ്രറി ഹാളിലാണ് സമ്മേളനം നടത്തിയത്. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. സജി ഉദ്ഘാടനം ചെയ്തു. കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CITU കൊല്ലം ജില്ലാ സമ്മേളനം കൊല്ലം പബ്ലിക് ലൈബ്രറി ഹാളിൽ നടത്തി. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. സജി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുതലാളിമാർക്ക് തീറെഴുതി നൽകുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വേണ്ട എന്ന നിലപാടാണ് മോദി സർക്കാർ സ്വീകരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ ആർജിച്ച എല്ലാ വികസനവും കോടിക്കണക്കിന് സ്വത്തുക്കളും മുതലാളിമാരുടെ കയ്യിലാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിലെ ഭരണം 6 മുതലാളിമാർ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് മാറിയെന്നും P. സജി കുറ്റപ്പെടുത്തി. തൊഴിലാളികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ തൊഴിലാളികൾ വഴിതെറ്റി പോകും എന്നത് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം നമ്മൾ പണിയെടുക്കുന്ന മേഖല വിൽക്കുകയാണ്, അത് കമ്പനികൾ വിൽക്കും. ഇലക്ട്രിസിറ്റി മേഖല വിൽക്കുന്നു, അത് ഏതെങ്കിലും അദാനി കമ്പനി വാങ്ങിക്കുന്നു. റെയിൽവേ വിൽക്കുന്നു, അത് അദാനി കമ്പനി വാങ്ങിക്കുന്നു. തുറമുഖങ്ങൾ വിൽക്കുന്നു, അദാനി കമ്പനി വാങ്ങിക്കുന്നു. BSNL എല്ലാം തരിപ്പണമാക്കുന്നു. വാട്ടർ അതോറിറ്റി എല്ലാം കൂട്ടാൻ പോകുന്നു, KSL കൂട്ടാൻ പോകുന്നു. ഇത് എന്തെല്ലാം പറഞ്ഞാലും നമ്മുടെ കുറേയധികം തൊഴിലാളികൾക്ക് ഇത് ബോധ്യപ്പെടുന്നോ ജനറൽ സെക്രട്ടറി എന്ന് ചോദിച്ചാൽ ബോധ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ ബോധ്യപ്പെട്ടാൽ ഞാൻ ജനറൽ സെക്രട്ടറിയോട് ചോദിച്ചു, നമ്മുടെ ഈ പൊതുമേഖലാ സ്ഥാപനത്തിൽ BMS ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ജനറൽ സെക്രട്ടറി പറഞ്ഞു BMSന് റബ്ബറത്തിൽ ആയില്ല, പുതിയ രജിസ്ട്രേഷൻ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു എത്ര തൊഴിലാളികൾ കാണും. അപ്പൊ നമുക്ക് 46-50 താഴെ ഉണ്ട്. മേജർ യൂണിയൻ നമ്മളാണ്, പിന്നെ കുറച്ച് INTC ഉണ്ട്. BMS ഇപ്പൊ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, കുറച്ച് പേര് കടന്നു വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഒരു തൊഴിലാളി നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി എങ്ങനെ BMS ചേരാൻ പറ്റും? ജില്ലാ പ്രസിഡന്റ് സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ബിജു SL സ്വാഗതം പറഞ്ഞു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷാഹിദ രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു. NGO യൂണിയൻ ജില്ലാ ട്രഷറർ രതീഷ് PA അബ്രഹാം, ബിനീഷ്, സുരേഷ് കുമാർ, രാജു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. അടുപ്പുകൂട്ടി പ്രതിഷേധം. കേരള മഹിളാ സംഘം അഞ്ചൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അടുപ്പുകൂട്ടി പ്രതിഷേധിച്ചത്. പാചകവാതക ക്ഷാമത്തിനെതിരെയും കേന്ദ്ര നയങ്ങൾക്കെതിരെയുമാണ് പ്രതിഷേധം നടത്തിയത്. അടച്ചുപൂട്ടി ഹോട്ടലുകൾ അടച്ചുപൂട്ടി വീട്ടിൽ അടുക്കള പുകയാതായി അന്നം മുട്ടിച്ച നരേന്ദ്രമോദി നാണമില്ലേ നിങ്ങൾ. പാചകവാതക പ്രതിസന്ധി പരിഹരിക്കാത്തതിലും കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെയുമാണ് കേരള മഹിളാ സംഘം അഞ്ചൽ മണ്ഡലം കമ്മിറ്റി അടുപ്പുകൂട്ടി പ്രതിഷേധം സംഘടിപ്പിച്ചത്. അഞ്ചൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നടന്ന സമരം അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജ്യോതി ഉദ്ഘാടനം ചെയ്തു. ഇന്ന് രാജ്യമെമ്പാടും നേരിട്ടുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന്റെ ഭാഗമായി ഇന്ധനക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമ്മുടെ എല്ലാവരുടെയും അടുക്കളയിലേക്കും തീന്മേശയിലേക്കും എല്ലാം യുദ്ധത്തിന്റെ അനന്തരഫലങ്ങൾ വന്നു ഭവിച്ചു അത് നമ്മൾ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിലും അതുപോലെ തന്നെ രാജ്യത്തെമ്പാടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ മുമ്പ് ഇന്ത്യ ഉയർത്തിപ്പിടിച്ചിരുന്ന ചേരിചേരാ നയങ്ങളും ഉയർന്ന ഉന്നത രീതിയിലുള്ള വിദേശ നയങ്ങളുമെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റായ ട്രംപിന്റെ മുന്നിൽ ഇന്ത്യയുടെ വിദേശ നയം അടിയറവ് വെച്ചുകൊണ്ടുള്ള മോദി ഭരണത്തിന്റെ അനന്തരഫലമാണ് ഇന്ന് ഇന്ത്യയും അതുപോലെ തന്നെ കേരളവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മുടെ പൊതുസമൂഹത്തോട് ഒന്നുകൂടി പറയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കേരളത്തിലെ മഹിളാ സംഘം അഞ്ചൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതീകാത്മക സമരം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. കേരള മഹിളാ സംഘം ജില്ലാ കമ്മിറ്റി അംഗം ജ്യോതി വിശ്വനാഥ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി ഗിരിജ മുരളി, ബിന്ദു മുരളി, ഷീല S, അംബിക, ഷംനി, ജീജ, വിദ്യ, പ്രീത എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രധാന വാർത്തകൾ വീണ്ടും. വ്രതശുദ്ധിയുടെ പുണ്യവുമായി വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം. സ്നേഹത്തിന്റെയും കൂടിച്ചേരലുകളുടെയും ആഘോഷമായി ചെറിയ പെരുന്നാൾ.
നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസ് പട്ടിക കൂടി വന്നതോടെ മത്സര ചിത്രം തെളിഞ്ഞു. മുന്നണികൾ പൂർണ്ണമായും വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലേക്ക്. പത്രികാ സമർപ്പണം തിങ്കളാഴ്ച സമാപിക്കും. വേനൽക്കാലത്ത് കുടിവെള്ളം പാഴാക്കി വാട്ടർ അതോറിറ്റി. പൈപ്പ് പൊട്ടിയിട്ട് ഒരാഴ്ചയായിട്ടും നടപടിയില്ല. കരുനാഗപ്പള്ളി മാലിമേൽ അരമത്തുമടം റോഡിലാണ് പൈപ്പ് പൊട്ടിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.